മുഴുവനും ആതിഥേയത്വം വഹിക്കുന്ന ഈ അനുസ്മരണം, ഈ ജൽസത്തു തആസി വളരെ ധന്യമായിരിക്കുകയാണ്. ഉസ്താദുമായി ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഉസ്താദ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഉസ്താദിന്റെ ആഖിറത്തിലുള്ള ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഇത് മാത്രമാണ് നമുക്ക്. ഉസ്താദിന്റെ ജനാസ ഇവിടെ കൊണ്ടുവച്ചപ്പോ ഞാൻ ആദ്യമായി അതാ എന്റെ മനസ്സിൽ വരുന്നു. മണിക്കൂറുകളെ കൊണ്ട് 10,000 ഉസ്താദുമായി ഒരുപാട് കാലം ബന്ധമുള്ളവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. ഈ കാമ്പൗണ്ടിലേക്കൊന്ന് കടക്കാൻ സാധിച്ചില്ല. പലരും വിഷമിച്ചു, വല്ലാത്ത വിഷമം. 60, 70, 80 കൊല്ലങ്ങളൊക്കെ ബന്ധമുണ്ടായിട്ട് ഒരു നോക്ക് കാണാൻ ഞങ്ങളെ അനുവദിച്ചില്ലല്ലോ. പല സംഘാടകരും ഞങ്ങളെ തടഞ്ഞുവച്ചല്ലോ. എന്തൊന്നില്ലാത്ത വിഷമത്തോടുകൂടി കണ്ണുനീർ വാർത്ത് ബാഷ്പകണങ്ങളൊഴിച്ച് വൈകാരികമായ രീതിയിൽ ഇവിടെ നിന്ന് നിറഞ്ഞ സംഘത്തോടെ വിരഹവേദനയോടുകൂടി നിറഞ്ഞുനിന്ന ഉസ്താദിന്റെ മുഹിബീങ്ങളുണ്ട്. ഞാൻ ആദ്യമായി ആ കരമായിട്ട് ഉസ്താദിന്റെ ജനാസ സന്ദർശനവും ഉസ്താദിന്റെ ജനാസ നിസ്കാരവും സുഖകരമാവാൻ വേണ്ടിയായിരുന്നു ആ നിയന്ത്രണമൊക്കെ. സന്ദർശനം സുഖകരമാവണം, നിസ്കാരം സുഖകരമാവണം. ആരോടും ഒന്നും ഉണ്ടായിട്ടല്ല. വന്നവരും നിയന്ത്രിച്ചവരും അവസാനം നിയന്ത്രണീയമായില്ല. ഇത് മുഴുവനും ഉസ്താദിനോടുള്ള അതിരറ്റ ബഹുമാനം. എല്ലാവർക്കും സന്ദർശനം സുഖകരമാവണം. ഈ ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോഴുണ്ടായിരിക്കുന്ന വിഷമങ്ങളൊക്കെ നിങ്ങളൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്, അതൊക്കെ സഹിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ഒന്നുകൂടെ സദയം ക്ഷമ ചോദിക്കുകയാണ്. അള്ളാഹു അത് മുഴുവനും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോഴും പലരും അതിന്റെ വിഷമം നമ്മോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു കാര്യം, അതൊക്കെ സുഖകരമാവാൻ വേണ്ടിയായിരുന്നു, മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് ഉസ്താദിന്റെ മുഹിബീങ്ങളായ ആളുകൾ, വിശിഷ്യ ഈ കാദിയാരവും പരിസരവുമായ കൊണ്ടോട്ടിയിലെ ആളുകൾ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് സഹകരിച്ച് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ കൂടിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ഈ മഹല്ല് കമ്മിറ്റി പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഉസ്താദിന്റെ അനുസ്മരണവുമായി ഇവിടെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും യഥേഷ്ടം അന്നദാനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കഴിച്ചു പോകണം. എത്ര ഹത്തുമാണ് തീർത്തത്, എത്ര സാദാത്യങ്ങളാണ് അണിനിരന്നത്, എത്ര സാഹചര്യങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ഇനി നമുക്ക് മജ്‌ലിസുന്നൂർ നടക്കാൻ പോകുന്നുണ്ട്, തഹ്‌ലീൽ നടക്കാനുണ്ട്, അവസാനം ഹയ്യത്തങ്ങളുടെ ദുആ നടത്താനുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു മുബാറക്കായ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നുണ്ട്. മഹല്ല് കമ്മിറ്റി ആവർത്തിച്ച് പറയുന്നു, എന്ത് വശമുണ്ടെങ്കിൽ ഉസ്താദിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കിയ ഭക്ഷണം നാം എല്ലാവരും എത്ര സമയമുണ്ടെങ്കിലും ശരി, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, എല്ലാവരും അത് വാങ്ങി നമ്മുടെ വീട്ടുകളിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിനിക്ക് ഒരൽപ്പം അത് കഴിപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ നാം ഖത്മുൽ ഖുർആൻ തീർത്തു. ബഹുന്നരായ ശൈഖുന ബാബു ഉസ്താദ് അതിന്റെ ദുആ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട കെഎച്ച് ഉസ്താദ് അതിന് നേതൃത്വം നൽകി. ഇനി അനുസ്മരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ അനുസ്മരണ പ്രഭാഷണം തുടരുകയാണ്. അവസാനം മജ്‌ലിസുന്നൂർ, തഹ്‌ലീൽ, അതുപോലെ അവസാനം വലിയൊരു കൂട്ടുപ്രാർത്ഥന, മൗലിദ് സദസ്സ്. അത് മുഴുവനും വെറും ആത്മീയ സദസ്സാണ്. ഒന്നിന് പിന്നെ ഒന്നായി ആത്മീയ സദസ്സ്. ഉസ്താദിന്റെ ആധ്യാത്മിക ജീവിതം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഉസ്താദിന്റെ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഉസ്താദിന്റെ തസവ്വുഫ് സമസ്തയോടൊപ്പം, അതുപോലെ തന്നെ ഉസ്താദിന്റെ നിലപാടുകളിലൊക്കെ ഗാംഭീര്യങ്ങളൊക്കെ സമസ്തയോടൊപ്പം ഉസ്താദ് എടുത്ത നിലപാടുകളും തീരുമാനങ്ങളുമൊക്കെ
എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അള്ളാഹു അത് മുഴുവനും നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. വലിയ പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ല. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, ഇത് മാത്രമാണ് ഉണ്ടായത്. അതിനുവേണ്ടിയാണ് ഈ 10,000-ഓളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ ഒരു അമലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രമാണ് ദുആ ചെയ്യുന്നത്. ഈ കാളിയാരകം കാളിമാർ താമസിക്കുന്ന അകം എന്ന പേരിൽ ഒരു നൂറ്റാണ്ടിലേറെ വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മഹദൂമിയക്കൾക്ക് ശേഷം ഇൽമിന്റെ പ്രഭ ഫത്വകൾ നൽകാനൊക്കെ ഈ കാളിയാരകം ഇനിയും ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുലമായി അതിശക്തമായ ബന്ധമുള്ള കാളിയാരകം, പാണക്കാട് കുടുംബവുമായി വലിയ ബന്ധമുള്ള കാളിയാരകം ഇനിയും ഇതൊരു വലിയൊരു പവർ ഹൗസായി തന്നെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കിതുമായി വലിയ ബന്ധമുണ്ട്. ഈ അല്ലാഹു തആല ഈ മഹല്ലത്തിന് പൂർവോപരി ദീനീ വിഷയത്തിലും നമുക്ക് നേതൃത്വം നൽകാനും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഞാൻ പ്രത്യേകം ഈ മഹല്ല് നിവാസികളെ അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഷെയ്ഖുന ബഹുമാന തങ്ങൾ ഉസ്താദ് അവറുകളാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പ്രദേശത്ത് നമുക്കൊക്കെ നേതൃത്വം നാം തീർത്തും സനാഥരായിക്കൊണ്ട് തന്നെ ഔലിയാക്കളുടെ ആത്മീയ നേതൃത്വമാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ സാദാത്യങ്ങൾ നേതൃത്വമാണ് ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്. അള്ളാഹു തആല മഹാനവറുകൾക്ക് ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഉസ്താദ് അവറുകളെ അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം പറയുകയാണ്. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. മഹാനുകളുടെ എത്തും. അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല. മാത്രവുമല്ല, ഈ യോഗത്തിൽ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ബാപ്പു ഉസ്താദ് അവറുകളാണ്. അതുപോലെ തന്നെ ഉസ്താദ് മുഹമ്മദ് ഫൈലി അവറുകൾ, കസി മുഹമ്മദ് ബാക്കി തുടങ്ങിയ ഒരുപാട് ഉസ്താദുമാർ സാദാത്യകൾ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേദിയിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്. അവർക്കൊക്കെ ഞാൻ സ്വാഗതം പറയുകയാണ്. ബഹുമാന്യരായ നമ്മുടെ ഈ മഹല്ലത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട CP അവറുകൾ, അതുപോലെ നമ്മുടെ മണ്ഡലം സമസ്തയുടെ പ്രസിഡന്റ് CA ഉസ്താദ്, അതുപോലെ ജബ്ബാർ ഹാജി, ബഹുമാനപ്പെട്ട അബ്ദുള്ള മാഷറുകൾ, മമ്മുണ്ണി ഹാജി അവറുകൾ, ഷാഫി ഹാജി അവറുകൾ, ബഹുമാനപ്പെട്ട SKPM തങ്ങൾ, ബഹുമാന്യര കരീം മുസ്ലിയാർ, ഷാജഹാൻ റഹ്മാനി MP കടുങ്ങല്ലൂർ, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ആരെയും പേരെടുത്ത് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുപോലെ നമുക്കൊക്കെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഉസ്താദിന്റെ കുടുംബങ്ങൾ, ഉസ്താദിന്റെ മക്കൾ, ഇവരോടൊക്കെ നമുക്കൊക്കെ കടമ്പെട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം. ഇത്രയും ധന്യമായ സദസ്സ് ഇത് അവസാനിക്കുന്നതുവരെ വളരെ ഇഖ്ലാസോടുകൂടി ഇതേ രീതിയിൽ നിന്ന് അവസാനം വരെ കഴിയും വരെ മജ്ലിസിന് നൽകുന്ന സർവ്വഹുർമത്തോടുകൂടിയും നാം ഇരുന്ന് അവസാനം പോകുന്ന ഒരു വ്യക്തിയാവണമെന്നാണ് സവിനയം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവസാനം വളരെ ഭക്തിനിർഭരമായ പ്രാർത്ഥന ബഹുവന്ദര തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ മജ്ലിസിനോടും ഈ അനുസ്മരണ വേദിയോടും ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ്. അതുകൊണ്ട് നാം ഒക്കെ ഒരുമിച്ചിരുന്ന മജ്ലിസിനൂർ, തഹ്ലീല്, മൗലിദ് പാരായണത്തിലൊക്കെ നിങ്ങൾ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തുകൾ മാത്രമാണ്. ഇനിയും നമുക്ക് ഈ വേദിയിലേക്ക് ഒരുപാട് ആളുകൾ വരാനുണ്ട്. ബഹുവന്ദരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട MD അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുഞ്ഞാണി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മിലേക്കൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഉസ്താദുമായി ബന്ധപ്പെട്ട പല അനുസ്മരണ വേദികളിലുമാണ്. ഒരുപാട് ആളുകൾ
ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് തന്നെ ഇത് കേട്ടപ്പം ബഹുന്നരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇത് കേട്ടപ്പോൾ തന്നെ ഈ അനുസ്മരണത്തിൽ എത്തിച്ചേരാമെന്ന് പലരും നമ്മോട് ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സമയദൈർഘ്യമായതുകൊണ്ട് ഞാൻ ഒരിക്കലും തന്നെ സുദീർഘമാക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ, ഖാദിയാരകം മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ, ഇവിടെ കൂടിയ നിങ്ങളുടെ ഒക്കെ പേരിൽ തന്നെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുന്നരായ ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ തങ്ങൾ അവറുകൾ അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട്, വളരെ ബഹുമാനപുരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയുടെ പ്രൗഢമായ ഈ സദസ്സിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبراء وذرى. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. ഏറ്റവും ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി ബഹുമാനപ്പെട്ട കോട്ടുമല വാപ്പു മുസ്ലിയാർ, സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈദി തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മുഅ്മിനുകൾ, ബഹുമാനമുള്ളവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം ഒരു മുബാറക്കായ, ഒരു ബർക്കത്തായ വേദിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒന്നിരിൽ ഒന്നിരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവര് നമ്മള് ഈ ഭൗതികമായ ഈ ലോകത്തുനിന്ന് വിട്ടുപിരിഞ്ഞ് ആത്മീയമായ ഒരു മറ്റൊരു ലോകത്തേക്ക് അവര് പ്രവേശിച്ചു. അവർക്കുള്ള മുൻഗാമികളെ പോലെ തന്നെ അവിടെ നിന്നും കൊണ്ടിട്ട് ഈ മഹത്താവുന്ന സംഘടനയും നമ്മളൊക്കെ നേതൃത്വം നൽകുകയും നമുക്ക് വേണ്ടിയിട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ഈ പ്രസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടു. അതനുസരിച്ച് ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എന്നും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗുണം ഇതിന്റെ തലപ്പത്ത് വരുന്ന ഇതിന്റെ നേതാക്കന്മാര്, ഇതിന്റെ പണ്ഡിതന്മാര്, ഇതുമായി ബന്ധപ്പെട്ടവരിലൊക്കെ നിർബന്ധമായും ആ ഒരു ഗുണം കാണപ്പെടണം. ഇതാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകൾ, അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളവറുകൾക്കുള്ള ശേഷം ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് വന്നു. അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവര് പ്രവർത്തിച്ചു. അവരെ മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന നേതാക്കന്മാർ അവര് വരച്ചു വെച്ച ഒരു പ്രത്യേകമാവുന്ന ഒരു വരണ്ട്, ആ വരന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണുമണിത്തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയാൽ മതി. വളരെ വിശുദ്ധമായ നിലക്ക് ഈ സംഘടനയെ അവർ നയിച്ചു.
അവരാ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തിട്ടുണ്ട്. ഈ സംഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് അവരുടെ മരണ ദിവസം നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് അവർക്ക് വേണ്ടി ദുആ, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം, ഇതുപോലെ അവരെ അനുസ്മരണ ചടങ്ങുകൾ ഇവിടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഓരോ സഹസ്രങ്ങളിലും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ സംബന്ധിച്ചു. അതിന് വലിയൊരു അറിയിപ്പോ കാര്യമൊന്നുമില്ലാതെ ഇതൊക്കെ ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കും. ജിബ്രീലിനോട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, എടോ ജിബ്രീലെ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഅഹിബ്ബഹു, ജിബ്രീലെ നീയും ഈ മനുഷ്യനെ ഇഷ്ടപ്പെടണം. അങ്ങനെ യുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിന്നെയും പറയും, ജിബ്രീലെ, ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ളതായ വിളംബരം എന്താക്കണം, ഈ ആകാശലോകത്തും ഈ ഭൂമി ലോകത്തുള്ള സർവ്വരും ഇത് അറിയിക്കണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിളംബരം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായും കൊണ്ട് ഇന്നൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഹബീബിനെ എന്നോട് ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഇനി വാനലോകത്തുള്ളതായ സർവ്വ മുഖദ്ദസ്തായ അർവാഹികളെ നിങ്ങളും ഈ വിശുദ്ധമാവുന്ന ഈ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെടൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് സുമ്മ യൂളഉലുൽ ഖബൂലു ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ളതായ മുഅ്മിനീങ്ങൾക്കുള്ളതായ ഹൃദയത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവരുടെയും ഹൃദയത്തിൽ എല്ലാ സർവ ചരാചരങ്ങളെ മുന്നിലും ആ മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്നതായ ഒരു വ്യക്തിത്വത്തിന് അല്ലാഹു ഉണ്ടാക്കിക്കൊടുക്കും. സുമ്മ യൂളഉലുൽ ഖബൂലു ഫിൽ അർദ്. ഈ ഭൂലോകത്ത് മുഅ്മിനീങ്ങളാവുന്ന നമ്മളിൽ മാത്രമല്ല, ഈ ഭൂലോകത്തുള്ളതായ സർവ്വ മനുഷ്യർക്കും എന്ന് വേണ്ട ഈ ഭൂലോകത്തുള്ളതായ സർവ്വ ചരാചരങ്ങളും ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ളതായ ഒരു പ്രത്യേക ഒരു വ്യക്തിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ആരാലും അംഗീകരിക്കപ്പെടുന്നതായ ഒരവസ്ഥ ആ മനുഷ്യർക്ക് ഉണ്ടായിത്തീരാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കണം. അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ നമുക്കൊക്കെ അറിയാം, വളരെ അധികം വിനയനായി കൊണ്ടിട്ട് വളരെ ശാന്തനായി കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ എന്താക്കി വളർത്തി, ആ പ്രസ്ഥാനത്തിനെ ഉയർത്തി, ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ളതായ ഒരു ബഹുമാനവും ആദരവും ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശ്വാസമൊക്കെ നമ്മൾ ഓരോരുത്തർക്കുള്ള ഹൃദയത്തിലും അവരുണ്ടാക്കി തീർത്തു. അത് വലിയ ഒരു ശബ്ദകോലാഹലമായ ഒരു പ്രവർത്തനമല്ല അവർ കാഴ്ചവെച്ചത്. അവർ വളരെ വിനയനായിക്കൊണ്ട് ആക്ഷേപിക്കുന്ന ആളുകൾ പലരും ആക്ഷേപിക്കാൻ പലതും പറയും. അവർ കള്ളിത്തുണി എടുത്തതിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചവരുണ്ട്, അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങുന്നതിനെ പറ്റി ആക്ഷേപിക്കലുണ്ട്. ഇപ്പൊ ഞാനും മൂപ്പരും ഇവിടെ മാർക്കറ്റിൽ ചിലപ്പോൾ ഒന്നിച്ചുണ്ടാവലുണ്ട്. അപ്പോ സമസ്ത കേരള ജമിയത്ത് കണ്ടില്ലേ, സമസ്ത കേരള ജമിയത്തുള്ളമന്റെ സെക്രട്ടറിയും അതിന്റെ ഖജാൻജി രണ്ടാളും അവര് സ്വന്തമാണ് അങ്ങാടിയിൽ നിന്ന് മത്സ്യം വാങ്ങി കൊണ്ടുപോകണത്, സാധനം വാങ്ങി കൊണ്ടുപോകണമെന്നൊക്കെ. നമ്മളെ പണിക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ കൊണ്ടുപോകാല്? ഇവരാരെയും കൊണ്ടുപോകും. പിന്നെ ഇത് ഒരു ഭൗതികമാവുന്ന ഒരു എന്തോ ഒരു പ്രസരിപ്പ് ചില സംഘടനകളിലൊക്കെ വന്നുകൂടുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയാണത്. ഒരു ആലിമിന്റെ ഇൽമിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ, ഒരു ആലിമിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കിക്കേണ്ടത് ആ ആലിമിനിക്ക് വലിയ വാഹനമുണ്ടോ, അയാളെ വസ്ത്രത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്, അയാളെ കയ്യുമ്മിലുള്ള വാച്ച് എങ്ങനെയാണ്, അയാളെ തുണി എങ്ങനെയാണ്, കുപ്പായം എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളെ ഷൂ എങ്ങനെയാണ്, ഇത് നോക്കിയിട്ടാണ് ജനങ്ങൾ വിലയിരുത്തുന്നതായ ഒരവസ്ഥ ഇന്നിവിടെ ചില സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശരിയായ ഇസ്ലാമിന്റെ റൂട്ടല്ല. അത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതം നോക്ക്. അവരവരുടെ ജീവിതത്തിൽ വളരെ വിനയനായിരുന്നു, വളരെ വിനയൻ. അതോടുകൂടി എല്ലാവരോടും വളരെ നല്ല നിലക്കുള്ള പെരുമാറ്റം, വളരെ സരസമായി കൊണ്ട് കുട്ടികളോടാവുമ്പോൾ കുട്ടികളോട് പെരുമാറുന്നതുപോലെ പെരുമാറുക.
മറ്റുള്ളവരോട് അതേ എങ്ങനെ ഓരോ വ്യക്തികളോടും അവരോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതിനൊരു പ്രത്യേക ഒരു സ്വഭാവം പരിശുദ്ധമായ ദീനിലുണ്ട്. ആ സ്വഭാവങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഓരോരുത്തരോടും അവർ പെരുമാറി. കണ്ടോ, രസം പറയേണ്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി രസം പറയും. ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സരസമായി അവതരിപ്പിക്കേണ്ടതുണ്ടാവും. അത് സരസമായി അവതരിപ്പിച്ചു. ഏത് മസാലകളെ സംബന്ധിച്ച് ചോദിച്ചാലും അതിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമാവുന്ന അതിനൊരു പ്രത്യേക ഒരു വിവരം അതിനെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്നു. വീക്ഷണത്തിൽ ചിലപ്പോൾ നമ്മളും അവരൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും പല വിഷയത്തിൽ. എന്നാലും അവർക്ക് അത് ഏതൊരു മസാലിനെ സംബന്ധിച്ചും അവർക്ക് അതിന് പ്രത്യേകമായ ഒരു പിടുത്തം അവർക്ക് ഏത് മസാലിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇൽമിന്റെ ഏത് മേഖലകളിലും അവര് വളരെയധികം പ്രഗത്ഭനായിരുന്നു. അതോടുകൂടി ഒരു യഥാർത്ഥ ആലിമിനുണ്ടാവേണ്ടതായ എല്ലാ സ്വഭാവവും അവർക്കുണ്ടായി. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടിട്ടാ ഈ വിശുദ്ധമായ സംഘടന, ഇതൊരു വിശുദ്ധമായ സംഘടനയെന്ന് തമാശ പറയണതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മൾ അലങ്കാരമായി പറയുന്നുണ്ടല്ലോ വിശുദ്ധ സംഘടന. അങ്ങനെ പറയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു വിശുദ്ധമായ സംഘടനയാണെന്നുള്ളത് ഒരു അലങ്കാര പ്രയോഗമല്ല. അത് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധമായ സംഘടനയാണ്. മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചൊരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്ത് വരുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളുള്ളവരെ അതിന്റെ തലപ്പത്ത് വരുള്ളൂ. മഹാനാവുന്ന അബുൽ ഹസൻ ഷാദിലി തങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഇത്താദത്തിൻ നുഫൂസു തർക്കൽ ആഫാം, ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇത് അവന്റെ ഒരു സ്വതസിദ്ധമായ ഒരു സ്വഭാവമാക്കി കൊണ്ട് മാറ്റുക. അവൻ വേണ്ടാന്ന് വെച്ചാലും അവൻ തെറ്റിലേക്ക് പോലാണ്. ആ നിലക്ക് തെറ്റുന്ന ഒഴിഞ്ഞു നിൽക്കുക അവന്റെ ഒരു ത്വബിയത്ത്, അവന്റെ ഒരു പ്രകൃതി സ്വഭാവമായി നിൽക്കുക. ആ ഒരു അവസ്ഥ ഒരു മനുഷ്യനിക്ക് ഉണ്ടായിത്തീർന്നാൽ ജാലത്ത് ഫി ആലമിൽ മലക്കൂത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ ഭരണവ്യവസ്ഥ എവിടെല്ലാം ഉണ്ടോ അവിടെ മുഴുവനും അവനിക്ക് ചുറ്റി സഞ്ചരിക്കാൻ കഴിയും. അത് മാത്രമല്ല, ചുറ്റി സഞ്ചരിച്ച് ആ ആത്മാവ് ആ ഹൃദയത്തിന്റെ ഉടമയിലേക്ക് മടങ്ങി വരുമ്പോൾ വറജഅത് ബി തറായിഫിൽ ഹിക്മ, അത്ഭുതകരമാവുന്ന ഇൽമുകളായിട്ടായിരിക്കും വരുന്നത്. ഇതാണ് മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാക്കന്മാർ. അവരെ ആത്മാക്കൾ വിശുദ്ധമാണ്, യാതൊരു സംശയമില്ല. ആ വിശുദ്ധമായ ആത്മാക്കളായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നറിയോ? ജാലത്ത് ഫി ആലമിൽ മലക്കൂത്ത്, ഈ ലോകത്ത് എവിടെയും അവർക്ക് സഞ്ചരിക്കാൻ കഴിയും. അവരാത്മാക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങി വരുന്നത് ഏതൊരവസ്ഥയിലായിരിക്കും? വറജഅത് ബി തറായിഫിൽ ഹിക്മ, അത്ഭുതകരമാവുന്ന അറിവുകൾ പലതും അവർ സംഭരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഈ ഒരു അവസ്ഥയായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുള്ളത്. ഇതുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം നമ്മൾ വല്ലാതെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. പ്രവർത്തിച്ചിട്ടാണോ ഇത് വളരുന്നത്? അപ്പൊ നോക്ക്, ഇതിവിടെ വിളിച്ചുകൂട്ടിയത് ആരെയും വലിയ ഒരു അനൗൺസ്മെന്റോ വലിയ പരിപാടികളോ ഒന്നും നടത്തിയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന ഇവിടെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രവും, യാതൊരു സംശയമില്ല. അപ്പൊ ആ സംഘടനക്ക് ഒരു ഇലാഹിയാവുന്നതായ ഒരു മദദ് സർവ്വസമയത്തും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഒരു സഹായമാണ് ഇവിടെ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടവർക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. അവരുടെ വ്യക്തിജീവിതം വിശുദ്ധതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അവർക്കുള്ള ഉയർച്ച ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഇസ്സത്തിന് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന്റെ ഒരു പ്രകടനമാണ് ഈ കാണുന്നത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് വരിക എന്നുള്ളത് തന്നെ ഒരു അംഗീകാരമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇതിന്റെ മുൻഗാമികളാവുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ പറ്റാത്തൊരുത്തനെ ഇതിന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുപോകില്ല. അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഒരു ആലിമിനുണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും അവരിലുണ്ടായിരുന്നു. ഒരു കവി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞല്ലോ, കൈസ് നഷ്ടപ്പെട്ടു പോയത് അത് ഒരാളെ നഷ്ടമല്ല, അത് വലിയൊരു ശക്തമാകുന്നതായ ഒരു ബിൽഡിംഗ് തന്നെ ഇടിഞ്ഞു വീണതാണ് എന്നതുപോലെയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർക്കുള്ളതായ നഷ്ടം, അത് അവർക്കുള്ള വിയോഗം, അതൊരു നഷ്ടം തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും അതിന്റെ പ്രഗത്ഭരാവുന്ന ആര് ഇവിടെ മരണപ്പെട്ട് വഫാത്തായി പോയാലും അതിന്റെ സ്ഥാനത്തൊക്കെ അവർക്കുള്ളതായ മതത്തോടുകൂടി പ്രവർത്തിക്കുന്നതായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സ്ഥാനത്ത് ഇതുവരെ നിശ്ചയിച്ച ചരിത്രമുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുക, ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഓരോരുത്തരും അടിയുറച്ച് നിൽക്കുക. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിററും അങ്ങനത്തെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു നല്ലൊരു വഴിയാണത്. ഈ വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല. ഇതാണ് ബഹുമാനപ്പെട്ടവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം നമ്മൾ നിലനിർത്തുക. അതിനെതിരിൽ പല പ്രചരണങ്ങളും പലതും കാണാം. പലതും മൂപ്പര് പിന്നെ മരിക്കണീന് മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുക അതിലിരുന്നപ്പോൾ അങ്ങനെ ഞാൻ പല പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞു. പല കുട്ടികളും പറയണം SSF നിന്നോന്നാണ് എന്നോട് പറഞ്ഞത്. ഇതെങ്ങനെ പൊട്ടന്മാരെ ചെറുശ്ശേരി മുസ്ലിം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി SSF നിന്നോന്ന് മൂപ്പര് പറയും. അല്ല, അത് ബുദ്ധി പോലെ ആലോചിച്ച് നോക്കിയാൽ പോലെ. പിന്നെ ഇങ്ങനത്തെ പ്രസംഗം കേൾക്കുമ്പോൾ മൂപ്പർ അങ്ങനെ പറഞ്ഞില്ലെന്നും മൂപ്പരങ്ങനെ പറഞ്ഞില്ല, കരുന്നോണ പറയണതൊക്കെ പൊള്ളു പറയുന്ന സ്വഭാവം നമ്മൾക്കില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിന്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കും പൊള്ളു പറയുന്ന സ്വഭാവമില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ എന്താ മൂപ്പരെ കൊണ്ട് വലിയ കാര്യങ്ങൾക്ക് മൂപ്പര് ഞങ്ങളൊപ്പാണ്, മൂപ്പര് ഞങ്ങളാളാണ്, മൂപ്പർക്ക് എഴുതിയില്ലേ, മൂപ്പർക്ക് ഒക്കെ ചെല്ലിക്കോളി, നമുക്ക് കുഴപ്പമില്ല. എല്ലാം മൂപ്പർക്ക് ആഖിറത്ത് കിട്ടുന്നതൊക്കെ നിങ്ങളും ചെയ്യണം, യാതൊരു സംശയമില്ല. അതിന് നമ്മൾ എതിർക്കണില്ല. ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഇതൊരു വലിയ സാധനമാണെന്ന് ഏതായാലും അംഗീകരിക്കപ്പെട്ടല്ലോ. എല്ലാവർക്കും ഇപ്പൊ മരിച്ചില്ല, അങ്ങനെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആവശ്യമാണ്. കാരണം കുറച്ച് ആളുകൾ കൂടി അപ്പോ അതൊരു വലിയൊരു പ്രസ്ഥാനം, അതിന്റെ സമ്മേളനം മുമ്പ് നടന്നിന്, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം എന്ന് അതിന്റെ മഹാനാവുന്ന നേതാവാണ് ചെറുശ്ശേരി ഉസ്താദ്. അപ്പൊ അവർ മരണപ്പെട്ടു പോയപ്പോ തോന്നുകയാണ് മൂപ്പര് ഞങ്ങളാളാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഇപ്പൊ അവരാളാക്കണം. മുമ്പ് കവി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും പറയും ലൈല എന്റെ ആളാണ്, എന്നെ നോക്കിയാണ് ഓള് ചിരിച്ചത്. ഇങ്ങോട്ട് ഞാൻ വരുമ്പോ എന്റെ മുഖത്ത് നോക്കിന്, മറ്റോ പറയും എന്റെ കൈമക്കൈ നോക്കിന്, അതിന്റെ കണ്ണുമ്മ നോക്കിന്നൊക്കെ പറയും. ലൈല തുഖീറുലുഹും ബിദാക്ക, ലൈല അത് അംഗീകരിച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞല്ലോ, അതേമാതിരിയാണ്. ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയപ്പോ എല്ലാവർക്കും മൂപ്പരെ കള്ളിപ്പിനിക്ക് കുഴപ്പമില്ല, മൂപ്പര് മീൻ വാങ്ങിക്കൊണ്ടതിന് കുഴപ്പമില്ല, മൂപ്പര് അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടതിന് ഇതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒക്കെ ഇത് ഈ അംഗീകാരം മതി ഞങ്ങൾക്ക്. അപ്പൊ അതാ ഞാൻ പറയും നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളെ മാത്രമല്ല അംഗീകാരമുള്ളത്, ഈ ലോകത്തുള്ളതായ സർവ്വ സാധനങ്ങളെ മുന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ഈ മഹത്താവുന്ന സംഘടനയുടെ ഒരു ഏറ്റവും വലിയതായ ഒരു കറാമത്താണത്. ഈ മഹത്താവുന്ന സംഘടനയെ നിയന്ത്രിച്ച് ഇപ്പൊ കണ്ടിട്ട് ഉസ്താദ് ഇപ്പൊ നമ്മളാളൊന്നല്ല പലരി ആളായി മാറിയിരിക്കണം. ഷെയ്ഖുന ശംസുലുലമായ ഖദ്ദസുള്ള അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരൊക്കെ ഇപ്പൊ അവരെ ആളെയ്തു, മറ്റൊരാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടിട്ടാ? അവർ വലിയവരാണ്, സമ്മതിക്കേക്കാൻ കഴിയൂല. അപ്പൊ മരണശേഷമെങ്കിൽ ഞങ്ങളാളാന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ഇത് മതി നമുക്ക്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും പറഞ്ഞവർ മരണത്തിന്റെ ശേഷം അംഗീകരിച്ചു, ഇത് വലിയ മഹാനായിരുന്നു, ഇത് ഞങ്ങളൊക്കെ ആളാണെന്നുള്ളത്. അത് തന്നെ മതി. നിങ്ങളൊക്കെ ആളാണെങ്കിൽ നിങ്ങളോടൊക്കെ വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, ആ സംഘടനയൊക്കെ പിരിച്ചുവിട്ട് സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് വരാം, എപ്പോഴും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ പരലോക ജീവിതത്തിൽ അവരെ ദർജന അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ മനുഷ്യ സ്വാഭാവികമായിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. അവര് ഈ മഹത്താവുന്ന സംഘടനയെ നയിച്ചതുപോലെ, അവരെ മഹാന്മാർ നയിച്ചതുപോലെ നമ്മുടെ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്ക് ഈ സംഘടനയെ നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന ബാബു ഉസ്താദ് അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ്, ബഹുമാന്യരായ ജമാലി തങ്ങൾ, അൻവർ ഉസ്താദ് ഒക്കെ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും വേദിയിലേക്ക് വരാനുണ്ട്. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. വേദിയുടെ അധ്യക്ഷൻ ആദരണീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആദരണീയനായ സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ, കോഴിക്കോട് ഖാദി ജമലുൽ തങ്ങൾ, മുഹമ്മദ് ഫൈസി, മറ്റു വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സഹോദരന്മാരെ, വളരെ ബഹുമാന്യനായ
കോഴിക്കോട് വലിയ ഖാദി നാസർ ഹയ്യർ തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും മുബാറക്കായ ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇങ്ങനെയുള്ള സദസ്സുകളിൽ വർഷിച്ചുകൊണ്ടിരിക്കും എന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുബാറക്കായ മജ്ലിസ്, അതാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊക്കെ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ മഹത്തായ സദസ്സിൽ ഖുർആൻ പാരായണവും അതുപോലെ ദിക്റുകളുമൊക്കെ ചൊല്ലി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ദുആ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഈ അനുസ്മരണ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന മജ്ലിസുൻ നൂറും തഹ്ലീലുമൊക്കെ ബഹുമാന്യരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനെ സംബന്ധിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ നീണ്ട കാലം മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നത പദവി അലങ്കരിച്ചിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വലിയ മഹാന്മാരായ ഉസ്താദുമാരുള്ള കാലത്ത് തന്നെ അവരൊക്കെയും തന്നെ വളരെ അങ്ങേയറ്റം സ്വീകരിച്ച് സ്നേഹിച്ച ഒരു മഹാപണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്. പല കാര്യങ്ങളിൽ നമുക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു മസലപരമായ പ്രശ്നം വന്നാൽ പോലും നമ്മുടെ വലിയ ഉസ്താദന്മാര് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ ആ കാര്യത്തിൽ പ്രത്യേകം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരായുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും എടുക്കുകയും ചെയ്ത അനുഭവമുണ്ട്. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ഇൽമിന്റെ ആഴവും പരപ്പും അത്രമാത്രമുണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം അത് പറയേണ്ടി വന്നാൽ അത് വളരെ ആധികാരികമായി പറയാനുള്ള കഴിവും പ്രാപ്തിയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. നമുക്കറിയാം, ഇവിടെ വളരെ അങ്ങേയറ്റം വിവാദം സൃഷ്ടിച്ച ഒന്നാണ് വളപുരം തലാഖ്. എല്ലാവർക്കും അറിയാം വളപുരം തലാഖ്. അതിന്റെ പേരിൽ ഇവിടെ സംവാദം വരെ നടന്നു. ആ സംവാദമെല്ലാം നടന്നതിന് ശേഷം ആ തലാഖിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വയാണ് ഇവിടെ ഉണ്ടായത്. ആ ഫത്വയുടെ പേരിലാണ് പിന്നീട് ഈ വിവാദമുണ്ടായത്. എന്നാൽ ആ വിവാദത്തിൽ അത് സംവാദമായി മാറുകയും ആ സംവാദത്തിൽ ചെറുശ്ശേരി ഉസ്താദിന്റെ ആ തീരുമാനം, അദ്ദേഹം നൽകിയ ഫത്വയും ആധികാരികമായിരുന്നു എന്ന് ഫിഖ്ഹിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സംവാദത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിന് അതിൻ്റെതായ എല്ലാവിധ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെയും പിൻബലത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഒരു വിഷയം പറഞ്ഞാൽ കിതാബുകൾ പറയും, കിതാബിന്റെ ബാബ് പറയും, ആ പേജ് പറയും, ഇന്ന സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതൊക്കെ 100 അനുഭവം നമുക്കൊക്കെ ഉള്ളതാണ്. അത്രയും വലിയ അദ്ദേഹം ഒരു വാങ്ങിപ്പോരുന്നതിനേക്കാൾ വലിയ അങ്ങേയറ്റത്തെ അറിവും കഴിവും മഹാനവർകൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം. നമ്മളൊക്കെ വളരെ കാലം മുമ്പ് തന്നെ ബന്ധപ്പെടുന്ന മഹാനവർകൾ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും വളരെ വിശുദ്ധമാണ്.
അദ്ദേഹം ആലിമായിരുന്നു, അതോടുകൂടി തന്നെ ആബിദായിരുന്നു, സാക്കിറായിരുന്നു. ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ചിട്ടകളും ദിനചര്യകളും ഒഴിവാക്കുന്നതിനുള്ള ഒരു പരിപാടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പലപ്പോഴും പല യാത്രയിലും ഒരുമിച്ച് ഞാൻ പോയിട്ടുണ്ട്, പല പരിപാടികളിലും പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ എത്ര യാത്ര ക്ഷീണമുണ്ടെങ്കിൽ പോലും ആ യാത്രയിൽ അദ്ദേഹം ചെയ്തു പോരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ മുറ പോലെ അത് നിർവഹിക്കുക എന്നത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേക ശീലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിത്വം അദ്ദേഹം ഇവിടെ മരണപ്പെട്ടു പോയപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ആയിരങ്ങൾ ലക്ഷങ്ങളൊക്കെ പങ്കെടുത്ത് വലിയ ഒരു സദസ്സ് അദ്ദേഹത്തിന്റെ ജനാസ സന്ദർശിക്കാനും ജനാസ നമസ്കാരത്തിലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ അറിയാം, അദ്ദേഹം ഈ കണ്ട ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് ഒരുപാട് ചികിത്സകളും മറ്റുമൊക്കെ ചെയ്ത് ഈ പുതിയ രീതിയിലുള്ള പല ചികിത്സകളും അദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ആ മുഖം പ്രകാശിക്കുകയാണ്. ആർക്കും കാണാൻ സാധിച്ച് കണ്ടവരൊക്കെ പറഞ്ഞു, എന്തൊരു പ്രകാശമുള്ള മുഖം, എന്തൊരു പ്രഭയാണ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. എന്താണത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മുഖം പ്രകാശിക്കുന്ന കൂട്ടരിൽ ഒരുവരാണ് ബഹുമാനപ്പെട്ടവര് എന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ വന്നത്. ആ ഒരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കൂടുതൽ വിശദീകരിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു വാക്യത്ത് മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ചെറുശ്ശേരി ഉസ്താദാണ്, ഒരു സൈനുദ്ദീൻ മുസ്ലിയാരാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ള എത്രമാത്രമായിരുന്നു, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പ് അദ്ദേഹത്തിന് എത്ര കണ്ടുണ്ടായിരുന്നു എന്നതിലൊരു ചെറിയ സംഭവം. ഞാനും അദ്ദേഹവും തൃക്കരിപ്പൂരിനടുത്ത് ഉദിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി. അവിടെ ഒരു സ്വലാത്ത് വാർഷികമായിരുന്നു. ഉദിനൂര് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. ആ സ്വലാത്ത് വാർഷികത്തിന് പോയി അവിടെ പരിപാടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മഴക്കാറുങ്ങോട്ട് മൂടി ഇടിയും മിന്നുമൊക്കെ തുടങ്ങി. വലിയ സദസ്സാണ്. ആ സദസ്സിൽ അങ്ങനെ ഒരു തുടക്കം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഒരു സംസാരം തുടങ്ങിയ ഉടനെയാണ് ഈ സംഭവം. മഹാനവറുകൾ പറഞ്ഞു, എല്ലാവരും ഇരിക്കും, നമുക്ക് ഈ ചടങ്ങിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധത്തിൽ ഒരു വിഷമവും ഉണ്ടാകാത്ത നിലക്ക് അത് നീങ്ങിപ്പോയിക്കൊള്ളൂ, എല്ലാവരും അവിടെ ഇരിക്കുന്നു. അത് ആ പറഞ്ഞതുപോലെ 5 മിനിറ്റ് കൊണ്ട് എല്ലാം അങ്ങോട്ട് മാറി. മറ്റു പല സ്ഥലത്തും ആ മഴ ഭയങ്കരമായി പെയ്തു എന്ന് പിന്നീട് അതിന്റെ പരിസരത്തുള്ള ആൾക്കാർ പറയുകയും ഞങ്ങൾ തന്നെ തിരിച്ചു പോരുമ്പോൾ കണ്ടതുമാണ്. അപ്പൊ അതൊരു കഴിവാണ്. ലൗ അഖ്സമ അലല്ലാഹില അബറാണ്. അവരൊരു കാര്യം മനസ്സ് വെച്ച് അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് അള്ളാഹ് സ്വീകരിച്ച് നടപ്പാക്കി കൊടുക്കുന്ന. ഈ ഒരു വിഷയത്തിന് അതൊരു തടസ്സമായി പോകുമോ എന്ന ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായപ്പോഴാണ് മഹാനവറുകൾ അങ്ങനെയുള്ളൊരു മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് പടച്ചവനെ ഇതിനൊരു ബുദ്ധിമുട്ടി വരുത്തല്ലേ എന്ന് മഹാനവറുകൾ മനസ്സുകൊണ്ട് ദുആ ചെയ്തതാണ്. അത് നിങ്ങളൊക്കെ അവിടെ ഇരിക്കി, നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല, ഈ പരിപാടിക്കൊരു മുടക്കവും ഉണ്ടാവില്ല, എല്ലാവരും അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ ഇരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയുള്ള ഉള്ളുള്ള മനുഷ്യനായിരുന്നു. നമ്മൾ അറിയാലോ, അദ്ദേഹം വലിയ ഉള്ളുള്ള ആളാണ്. ആ ഉള്ളുള്ള ആളായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഇൽമിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇബാദത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുമൊക്കെ അത് പ്രകടമായിരുന്നു. ഇവിടെ തന്നെ പല പ്രാവശ്യവും എനിക്കറിയാം, ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ കോഴിക്കോട് പോകുമ്പോൾ രാവിലെ പോകുന്ന സമയത്ത് ഇവിടെ കാണാൻ വേണ്ടി, ഇവിടെ താഴെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഇവിടെ കാണാൻ സുബൈസ്കാരം കഴിഞ്ഞ് ഞാൻ മലപ്പുറത്ത് പോന്നാൽ ഇവിടെ എത്തിയ ഉസ്താദിനെ കാണുന്നുണ്ടെങ്കിൽ പള്ളിയിലുണ്ടാവും. പള്ളിയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂപ്പരുടെ ആ ഇബാദത്തുകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 7:30-8 മണിയായിട്ട് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് മൂപ്പര് വീട്ടിലേക്ക് പോകാറുള്ളൂ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതൊക്കെ ജീവിതത്തിന്റെ ഓരോ ചിട്ടകളാണ്. ആ ചിട്ടക്കനുസരിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ മീമാങ്ങ വരെ മാർക്കറ്റിൽ പോയിരുന്നു. മീമാങ്ങ മാർക്കറ്റിൽ പോയതൊക്കെ എന്തുകൊണ്ട് ഇവിടെ ആളില്ലാത്തതുകൊണ്ട്, മാൻ കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടുമല്ല. അതൊക്കെ എന്തായാലും ശരി, മൻ ഖദമ ഖുദിമാനാണ്. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും നമ്മളെ
കുടുംബത്തിനും നമ്മൾക്കുമൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യാൻ തയ്യാറായാൽ അതുകൊണ്ടുണ്ടാകുന്ന വലിയ ഒരു അംഗീകാരവും ആദരവും അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരു ജീവിതം ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ ജീവിതമായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾ വഫാത്തായി. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ മഹത്തുക്കളായ അതിന്റെ സ്ഥാപകന്മാര് തൊട്ട് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വരെ നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞു പോന്നിരുന്നത്. ആ നിലയ്ക്ക് ഈ കഴിഞ്ഞുപോയ പണ്ഡിതന്മാര് മുഴുവനും ഇങ്ങനെയുള്ള മഹാന്മാരായിരുന്നു. അവരുടെയൊക്കെ ആ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഒലച്ചിലും പറ്റാതെ ആക്ഷം സംഭവിക്കാതെ വാട്ടം സംഭവിക്കാതെ അത് വളരെ ശക്തമായ നിലക്ക് ഇന്നും നിലനിന്ന് പോരുന്നുണ്ടതിന്റെ ശക്തിയാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ടത്. ചെറുശ്ശേരി ഉസ്താദ് ആ സമ്മേളനത്തിന് വന്നിട്ടില്ലെങ്കിലും മഹാനവറുകൾ ഈ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആത്മീയമായ ആ സമ്മേളനത്തിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു ആ സമ്മേളനം? ലോകം കണ്ട ഏറ്റവും വലിയൊരു മഹാസമ്മേളനം. കേരളം കണ്ട എന്നല്ല പറയേണ്ടത്, ലോകം കണ്ട എന്ന്. ഇന്ന് വളരെ പ്രമുഖന്മാരായ വലിയ 2 രാഷ്ട്രീയ നേതാക്കന്മാരെന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനത്തെ ഒരു സമ്മേളനം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനകൾക്കോ ആർക്കും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയൊരു സമ്മേളനം ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇവിടെ നടന്നതും എന്തുകൊണ്ട്? അതൊക്കെ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള ഉഖറവിയായ ആലിമീങ്ങളും ഔലിയാക്കളുമായ ആൾക്കാരാണ് ഈ പ്രസ്ഥാനത്തിനെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെയും ഉഖറവിയായ പദവിയും ദർജയും അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ മഹാന്മാരായ നമ്മളുടെ ഉസ്താദുമാര് മരണപ്പെട്ടു പോയ അവരുടെയൊക്കെ ഉഖറവിയായ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അവരോടൊപ്പം നമുക്കൊക്കെ ആ പരലോക ജീവിതം സന്തോഷകരമായി ആസ്വദിക്കാനും സ്വർഗീയമായ ജീവിതം അവരോടൊന്നിച്ചാവാനും അല്ലാഹു ഭാഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഉസ്താദിനുണ്ട്. അതുപോലുള്ള നമ്മൾ മഹാന്മാരുടെയൊക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട ഒരു സഹോദരൻ, നമ്മളൊരു ചെറുപ്പക്കാരനായ പ്രവർത്തകനാണ്, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് വേഗം ശിഫ നൽകി അയാളെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു അവരെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവന് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് അല്ലാഹു ഒരു പുണ്യമായ ചടങ്ങായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സ്ഥലം എമ്മിലേക്ക് മുഹമ്മദ് നിയാജി പ്രസംഗിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കോഴിക്കോട് വലിയകാവിൽ തങ്ങളവളുകളെ സ്റ്റേജിൽ ഉപയോഗിച്ചായ ഒരുപാട് ആലിമീങ്ങളുണ്ട്. അവരൊന്നും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ ആളുകളും ഇവിടെ ഇരുന്ന് വളരെയധികം വ്യസനിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മഗ്‌രിബ് നമസ്കാരം ഉള്ളിൽ എടുക്കാനും അതുപോലെ തന്നെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ പോകുന്നതും എന്നറിയാം. പക്ഷെ പ്രിയപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പല ആളുകളും പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലമായി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിന്റെ MLA ആയിട്ട് ഞാൻ പലപ്പോഴും പല ആളുകളോടും അഭിമാനത്തോടുകൂടെ പറയുമായിരുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്റെ മണ്ഡലത്തിലാണ് എന്ന് പറയലുണ്ടായി. ഒന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും ഒന്ന് ജഫ്രി മുത്തിക്കോയത്തങ്ങൾ. ആ ഒരു അഭിമാനം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്ക ദിവസങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെടലൊക്കെ ഓരോ ആവശ്യത്തിനും വേണ്ടി അദ്ദേഹവുമായി സംസാരിക്കലായിരുന്നു. അതിനൊക്കെ പരമാവധി എല്ലാ കാര്യത്തിലും അദ്ദേഹം എനിക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു തന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും എടുക്കേണ്ടത് എടുക്കാനും അദ്ദേഹം വളരെ ശക്തമായി എന്നോട് പറഞ്ഞിരുന്നു.
നമുക്കൊക്കെ അറിയാം, കൊണ്ടോട്ടി പഴയങ്ങാടി റോഡ് വീതി കൂട്ടുന്ന സമയത്ത് നമ്മളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെയധികം അത്യാവശ്യമാണ് വീതി കൂട്ടൽ, അതിനുവേണ്ടി പരിശ്രമിക്കണം, അള്ളാഹു അത് വിജയിപ്പിച്ചു തരും എന്നോട് പറഞ്ഞു. അതനുസരിച്ച് തന്നെ അതിൽ പ്രവർത്തിച്ചു. അത് 100% വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. കാരണം പല ആളുകളും വീടുകളൊക്കെ മാറ്റി മറ്റ് സ്ഥലത്തേക്ക് താമസം മാറ്റിപ്പോയി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പല ആളുകളും അതിന് നമ്മളെ സഹകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ആളാണ്. 10 കൊല്ലം ഞാനിവിടെ ഒരു ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ തന്നെയെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസുഖം ബാധിച്ച് കിടക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ മക്കള് ഇവിടെ ഒരു ആരോഗ്യ സെന്റർ തുടങ്ങിയത്. അതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ തങ്ങളും ഞാനും അദ്ദേഹവുമൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആ പരിപാടി പങ്കെടുത്ത് ഞാൻ പിരിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്ന് അപ്പോഴാണ് അദ്ദേഹം കൊണ്ടോട്ടി എത്തുമ്പോഴാണ് അസുഖമാണ് എന്ന് പറഞ്ഞ് നീതിൻകുട്ടി ഡോക്ടർ ആസ്പത്രിയിൽ കൊണ്ടുവന്നു. അപ്പൊ തന്നെ അവിടുന്ന് ആളുകൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി. അപ്പൊ തന്നെ എല്ലാ ആളുകളും എന്നോട് വിളിച്ച് ചോദിച്ചു. അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കോഴിക്കോട് കൊണ്ടുപോയി അവിടെയും പറഞ്ഞ സമയത്തും ഞാൻ ബന്ധപ്പെടുകയും പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒറ്റ വേദനയേ ഉള്ളൂ, അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തിന്റെ ആ സംഗതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനസ്സിൽ വേദനയുണ്ട്. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഫ്ലൈറ്റും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വരാൻ കഴിഞ്ഞില്ല. പിന്നെ ചില ആളുകളൊക്കെ പറയും കാറിൽ വന്നുടയുന്ന മറ്റതായിരുന്നു എന്നൊക്കെ പറയും. അതിപ്പോ ആലപ്പുഴ സമ്മേളനത്തിന് MLA-മാരൊക്കെ വരിയായിട്ട് അവിടെ വന്നിരുന്നു. തലേന്ന് പത്രത്തിലുണ്ടായിരുന്നു പോലെ ഒരു പേപ്പറിൽ ലീഗിന്റെ MLA-മാരത് ബഹിഷ്കരിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ പോയി മണിക്കൂറുകളോളം ആ സ്റ്റേജിലിരുന്നു. പല സമയത്തും ഇരുന്നിട്ടുണ്ട്. എല്ലാ MLA-മാരും പോയിട്ടുണ്ട്, ആരും പോകാമെന്നില്ല. അപ്പൊ അങ്ങനെ പലതും വാട്ടർസപ്പും മറ്റതും മറിച്ചതും ഒക്കെ പത്രങ്ങളും ഒക്കെ പലതും എഴുതും. അതൊന്നും ആരും വിശ്വസിക്കരുത്. നമുക്ക് ഈ സൽക്കർമ്മം അദ്ദേഹത്തിനോടുള്ള ഈ അനുകമ്പ നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്ക, ഈ തൊട്ടടുത്ത ഈ ബിൽഡിങ്ങിന്റെ പിൻഭാഗത്ത് ഓലെടുക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും അത്രയും പെട്ടെന്ന് ഓലെടുത്ത് വിസ്തരിക്കാൻ തയ്യാറാകേണ്ടതാകുന്നു. പള്ളിയിൽ സൗകര്യമില്ലെങ്കിൽ നമ്മുടെ തൊട്ട ഈ പായി ഈ പള്ളിയുടെ പരിശുദ്ധദേശത്തിൽ ഇടുന്നതാണ് അറിയിക്കുന്നു. ഓലെടുക്കാനും മൂത്രം വയ്ക്കാനും ഈ ബിൽഡിങ്ങിന്റെ പിൻഭാഗത്ത് സൗകര്യമുണ്ടെന്ന് അറിയിക്കുന്നു. മഗ്‌രിബിന് ശേഷം ബഹുന്നരായ സാദാത്തിക നേതൃത്വത്തിൽ ദുആ മജ്ലിസുന്നൂർ, തഹ്‌രീർ സദസ്സ്, മൗലിദ് സദസ്സൊക്കെ ഉസ്താദുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കപ്പെടുന്ന അനുസ്മരണ സദസ്സ് നാം പ്രതീക്ഷിക്കുന്നതിലുപരി ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അന്നദാനവും. അടുത്ത ചൊവ്വാഴ്ച ഉസ്താദ് 18-20ഓളം കൊല്ലം ദർശനം നടത്തിയ കോടങ്ങാട് പള്ളിയിൽ വെച്ച് ഉസ്താദിന്റെ അനുസ്മരണം ദിക്ർ ദുആ മജ്ലിസ് ബഹുവന്യരായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച കോടങ്ങാട് പള്ളിയിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ മജ്ലിസ് ഒട്ടും തന്നെ പ്രൗഢിക്കാതെ തന്നെ ഈ ധന്യമായ സദസ്സ് മഗ്‌രിബിന് ശേഷം സമയക്കുറവ് കൊണ്ടാണ് നാം നിർത്തിയത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ വരുന്നുണ്ട്. ബഹുമാനായ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട MT ഉസ്താദുകൾ, ആലിക്കുട്ടി ഉസ്താദുകൾ, ജമലുൽ തങ്ങളവറുകൾ, നാസർ ഹജ്ജി തങ്ങളവറുകൾ, അതുപോലെ അവസാനത്തെ ഷാജാൻ റഹ്മാനി തുടങ്ങിയ ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ദുആ മജ്ലിസുകളൊക്കെ ഉണ്ടാകും. അന്നദാനവും അവസാനം വരെ ഇരിക്കുമെന്ന് നാം ഒക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നാം ഒക്കെ ഇതിനോട് സഹകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തും.